കണ്ണൂർ കോർപ്പറേഷൻ ഇടതുമുന്നണി LDF ഭരിക്കും. ഇടതുമുന്നണി സ്ഥാനാർത്ഥി EP ലത 28 വോട്ട് നേടിയിരിക്കുന്നു. കോൺഗ്രസ് വിമതൻ രാഗേഷിന്റെ വോട്ട് LDFന്. കണ്ണൂരിലെ രാഷ്ട്രീയ സ്ഥിതി വ്യക്തമായിരിക്കുന്നു. 27 എന്നുള്ള സ്ഥാനത്തിൽ നിന്ന് കോൺഗ്രസ് വിമതന്റെ വോട്ട് LDFന്. EP ലത കണ്ണൂർ കോർപ്പറേഷൻ ഭരിക്കും. PV ജോഷ്ല കണ്ണൂരിൽ നിന്നും ചേരും. ഇതിൻ്റെ വിശദാംശങ്ങളുമായി രാഗേഷിന് നന്ദി രേഖപ്പെടുത്തുന്നു എന്നാണ് തെരഞ്ഞെടുക്കപ്പെട്ട മേയർ EP ലത പറഞ്ഞത്. LDFിൻ്റെ രാഷ്ട്രീയ വാഗ്ദാനങ്ങൾ, ജനങ്ങൾക്കുള്ള വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നതിൽ ശക്തമായി മുന്നോട്ട് പോകുമെന്നും ജനക്ഷേമപരമായ പ്രവർത്തനങ്ങളുമായി LDF കണ്ണൂർ കോർപ്പറേഷൻ ഭരിക്കുമെന്നും മേയർ EP ലത പറഞ്ഞിരിക്കുന്നു. വോട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറയുന്നു. ഒപ്പം കോൺഗ്രസ് വിമതൻ രാഗേഷിനും നന്ദി രേഖപ്പെടുത്തുന്നു EP ലത. രാഷ്ട്രീയ അനിശ്ചിതത്വം അവസാന നിമിഷം വരെ നിന്ന തെരഞ്ഞെടുപ്പായിരുന്നു. PV ജോഷ്ല കണ്ണൂരിൽ നിന്നും. ജോഷ്ല, കണ്ണൂർ LDFിനൊപ്പം ഏത് സാഹചര്യത്തിലാണ് ചർച്ചകൾ? വോട്ടിംഗ് പാറ്റേൺ ഏതു തരത്തിൽ? തീർച്ചയായും പ്രദീപ്, അവസാനം എല്ലാവരെയും മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അവസാന വോട്ടെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ 28 വോട്ട് നേടിക്കൊണ്ട് LDF കോർപ്പറേഷൻ നേടിയിരിക്കുന്നു. ചരിത്ര വിജയം നേടിയിരിക്കുന്നു. കണ്ണൂർ കോർപ്പറേഷൻ ചരിത്രം പ്രഥമ കോർപ്പറേഷൻ LDF ഭരിക്കും എന്നുള്ള നിലയിലേക്ക് മാറിയിരിക്കുന്നു. എന്തായാലും നമ്മുടെ കൂടെ ചെയർമാൻ സ്ഥാനാർത്ഥിയായി വിജയം EP ലതയുണ്ട്. കണ്ണൂരിലെ ജനങ്ങളുടെ വിജയം, LDF ആഗ്രഹിച്ച വിജയം. 100,000 നന്ദി PK രാഗേഷ്. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നിറവേറ്റു. തീർച്ചയായും പ്രദീപ്, LDFിന്റെ പ്രചരണ പത്രികയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിറവേറ്റുമെന്നാണ് ആദ്യമായി പ്രതികരണത്തിൽ EP ലത പറഞ്ഞിരിക്കുന്നത്. ഇത് തന്റെ വിജയമല്ല, ജനങ്ങളുടെ വിജയമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് EP ലത കണ്ണൂർ കോർപ്പറേഷൻ LDF ഭരിക്കും. EP ലത കണ്ണൂർ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. 28 വോട്ട് നേടിയാണ് കണ്ണൂരിൽ LDF വിജയം നേടിയിരിക്കുന്നത്. EP ലത മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു 28 വോട്ടിന്. കോൺഗ്രസ് വിമതൻ PK രാഗേഷിൻ്റെ വോട്ട് LDFന്. അവസാന നിമിഷവും വരെ നടന്ന സമവായ ചർച്ചകൾ, കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് രൂക്ഷമാക്കിയ സാഹചര്യങ്ങൾ, ഔദ്യോഗിക നേതൃത്വത്തിൻ്റെ എല്ലാ സമവായ ശ്രമങ്ങളെയും തള്ളിക്കൊണ്ട് കണ്ണൂർ DCC ജനവിരുദ്ധ നിലപാടുകളാണ് സ്വീകരിക്കുന്നതെന്നും കോൺഗ്രസ് വിരുദ്ധ സമീപനമാണ് DCC നേതൃത്വത്തിനെന്ന ആരോപണവുമായാണ് PK രാഗേഷ് ഇപ്പോൾ നിരുപാധിക പിന്തുണ LDFന് നൽകിയിരിക്കുന്നത്. EP ലത കണ്ണൂർ മേയറായിരിക്കുന്നു. LDF ഇപ്പോൾ LDFിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നു. തങ്ങൾ കണ്ണൂരിൽ നേടിയത് ചരിത്ര വിജയമെന്നാണ് LDF പ്രതികരണം വന്നിരിക്കുന്നത്. EP ലതയും പറഞ്ഞിരിക്കുന്നു തൻ്റെ വിജയം LDFിൻ്റെ വിജയം കണ്ണൂരിലെ ജനങ്ങളുടെ വിജയമാണ്. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം LDFിൻ്റെ ചരിത്ര വിജയം എന്നും മേയർ EP ലത പറഞ്ഞിരിക്കുന്നു. പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് LDFിൻ്റെ പ്രകടന പത്രിക ഓരോ ജനങ്ങളുടെയും അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ചുള്ള പ്രകടന പത്രികയാണ് LDF തയ്യാറാക്കിയത്. ഈ പ്രകടന പത്രിക പൂർണ്ണമായും നടപ്പാക്കുന്നതിന് LDF പ്രതിജ്ഞാബദ്ധമാണ്. അതിൻ്റെ നേതൃസ്ഥാനത്ത് പാർട്ടി തീരുമാനങ്ങൾക്കൊപ്പം താൻ പ്രവർത്തിക്കുമെന്നും EP ലത മാധ്യമങ്ങളോട് പറഞ്ഞു. വോട്ട് ചെയ്ത എല്ലാവർക്കും ഒപ്പം PK രാഗേഷിനും EP ലത നന്ദി രേഖപ്പെടുത്തി. EP ലത മേയറായി സത്യപ്രതിജ്ഞ ചെയ്തു. ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് സത്യവാചകം ചൊല്ലി EP ലത. 28 വോട്ടിനാണ് ലത തെരഞ്ഞെടുക്കപ്പെട്ടത്. കോൺഗ്രസ് വിമതൻ PK രാഗേഷ് LDFന് വോട്ട് ചെയ്തു. കോൺഗ്രസിൻ്റെ UDFിൻ്റെ ജീർണതകൾക്കെതിരായ പ്രതികരണമാണ് തൻ്റെ വോട്ട് എന്നാണ് PK രാഗേഷ് പ്രതികരിച്ചത്. അതോടൊപ്പം തന്നെ ചരിത്ര വിജയമെന്ന് LDF ആ മുഹൂർത്തങ്ങളെ വിലയിരുത്തുമ്പോൾ ജനക്ഷേമപരമായ പദ്ധതികളുമായി അതനുസരിച്ച് മുന്നോട്ട് വെച്ച പ്രകടന പത്രികയുമായി മുന്നോട്ട് പോകുമെന്നും ജനങ്ങളുടെ വിജയമെന്നും LDF നേതാക്കൾ പ്രതികരിക്കുന്നു. EP ലത പറയുന്നു ഇത് ജനങ്ങളുടെ വിജയമാണ്. വോട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അതോടൊപ്പം PK രാഗേഷിനും ലത നന്ദി രേഖപ്പെടുത്തുന്നു. സത്യപ്രതിജ്ഞ കഴിഞ്ഞിരിക്കുന്നു. EP ലത മേയറായി സത്യപ്രതിജ്ഞ ചെയ്തു. ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് സത്യവാചകം ചൊല്ലിയത്. LDF കണ്ണൂർ കോർപ്പറേഷൻ ഭരിക്കും.
നീണ്ട രാഷ്ട്രീയ അനിശ്ചിതത്വം UDF ക്യാമ്പിലും കോൺഗ്രസിലും ഗ്രൂപ്പ് പോര് ശക്തമാക്കിയ കോൺഗ്രസിന്റെ ജീർണതകൾക്കെതിരെ തന്റെ പ്രതികരണം അത് വോട്ടിംഗിൽ ഉണ്ടാകുമെന്ന് വോട്ടെടുപ്പിന് മുമ്പ് കോൺഗ്രസ് വിമതൻ PK രാഗേഷ് പറഞ്ഞിരുന്നു. KPCC ഉപസമിതി അവസാന നിമിഷം വരെയും രാഗേഷിനെ സമവായത്തിലെത്തിക്കാൻ ശ്രമിച്ചിരുന്നു. മുഖ്യമന്ത്രി ടെലിഫോണിൽ വിളിച്ച് വോട്ടിംഗിന്റെ അവസാന നിമിഷവും രാഗേഷുമായി സംസാരിച്ചു. പക്ഷേ കോൺഗ്രസിന്റെ ജനവിരുദ്ധ നയങ്ങളെ, കോൺഗ്രസ് വിരുദ്ധ DCC നയങ്ങളെ എതിർത്തുകൊണ്ടാണ് തന്റെ നിലപാടെന്നും ആ വോട്ട് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും PK രാഗേഷ് പറഞ്ഞിരുന്നു. ആ PK രാഗേഷിന്റെ വോട്ട് LDF നേടിയിരിക്കുന്നു. EP ലത മേയറായി കൈവത്തിയാൽ മതി.